നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. രാജ്യവ്യാപക ലോക്ഡൌൺ ഉണ്ടാകില്ലെന്ന് പ്രധാനമന്ത്രി. ലോക്ഡൌൺ അവസാനത്തെ മാർഗം മാത്രമെന്നും പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തു പറഞ്ഞു. മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി രോഗവ്യാപനം നിയന്ത്രിക്കണമെന്ന് പ്രധാനമന്ത്രി. കോവിഡിനെ നേരിടാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സ്വകാര്യ മേഖലയും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി. വാക്സിനുകൾക്ക് അനുമതി പെട്ടെന്ന് നൽകും. വാക്സിനേഷൻ വേഗത്തിലാക്കുമെന്നും മോദി. 12 കോടി പേർക്ക് വാക്സിൻ നൽകിയെന്ന് പ്രധാനമന്ത്രി. സർക്കാർ ആശുപത്രികളിൽ വാക്സിൻ ഇനിയും സൗജന്യമായി നൽകും. 50% വാക്സിൻ സംസ്ഥാനങ്ങൾക്കും ആശുപത്രികൾക്കും നേരിട്ട് നൽകും. മരുന്നുൽപാദനം രാജ്യത്ത് കൂട്ടിയെന്നും നരേന്ദ്രമോദി. സംസ്ഥാനങ്ങളിൽ പുതിയ ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. ഓക്സിജന്റെ ആവശ്യം ഉയരുകയാണ്. ജനം അനുഭവിക്കുന്ന പ്രയാസത്തിന്റെ ആഴം മനസ്സിലാക്കുന്നു. വെല്ലുവിളി വലുതെന്നും രണ്ടാം വ്യാപനം കൊടുങ്കാറ്റ് പോലെയെന്നും മോദി. അതിഥി തൊഴിലാളികൾ ഇപ്പോഴുള്ളിടത്ത് തുടരണമെന്ന് പ്രധാനമന്ത്രി. അവിടെ തന്നെ വാക്സിൻ ലഭിക്കാനുള്ള നടപടിയുണ്ടാകും. ജോലി നഷ്ടമാകില്ലെന്നും അതിഥി തൊഴിലാളികളോട് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് രാത്രികാല കർഫ്യൂ പ്രാബല്യത്തിൽ. കർഫ്യൂ പുലർച്ചെ 5 വരെ. കർശന നിയന്ത്രണങ്ങളുമായി പോലീസ്. തിരുവനന്തപുരത്ത് കടകൾ അടപ്പിച്ച് പോലീസ്. നിരത്തുകളിലെല്ലാം പോലീസ് സാന്നിധ്യം. രാത്രികാല കർഫ്യൂ 2 ആഴ്ചത്തേക്ക്. പലയിടത്തും ജില്ലാ കളക്ടർമാരും പോലീസ് മേധാവികളും നേരിട്ട് പരിശോധനയ്ക്കെത്തി. കോട്ടയത്ത് കളക്ടർ എം അഞ്ജനയും SP D ശില്പയും ജനങ്ങളെ നേരിട്ട് കണ്ട് ബോധവൽക്കരണം നടത്തി. ആദ്യ ദിനം നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവരെ താക്കീത് നൽകി വിട്ടയച്ചു. വരും നാളുകളിൽ കർശന നടപടിയുണ്ടാകുമെന്ന് പോലീസ്. അത്യാവശ്യങ്ങൾക്കല്ലാതെ രാത്രി 9 മണിക്ക് ശേഷം പുറത്തിറങ്ങരുതെന്ന് DGP ലോക്നാഥ് ബെഹ്റ. ആശുപത്രി ആവശ്യങ്ങൾ പോലെ അടിയന്തര കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാവൂ. പൊതുഗതാഗതത്തിന് നിയന്ത്രണമില്ലെന്നും ബെഹ്റ ന്യൂസ് 18നോട്. സംസ്ഥാനത്ത് 19,000 കടന്ന് പ്രതിദിന കോവിഡ് വർധന. ഇന്ന് 19,577 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിന്റെ 1,12,221 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.45%. 28 മരണം കൂടി ഇന്ന് സ്ഥിരീകരിച്ചു. ആകെ മരണം 4,978 ഇപ്പോൾ ചികിത്സയിലുള്ളത് 1,18,673 പേർ. 3,880 പേർക്ക് രോഗമുക്തി. 28 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. ഇന്ന് കൂടുതൽ രോഗികൾ. എറണാകുളത്ത് 3,212 പേർക്ക് രോഗം. കോഴിക്കോടും 2,341 പേർക്ക് രോഗബാധ. മലപ്പുറത്ത് 1,945 പുതിയ രോഗികൾ. തൃശൂരിൽ 1,868. കോട്ടയത്ത് 1,510. തിരുവനന്തപുരത്ത് 1,490. കണ്ണൂർ, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിലും 1000-ലേറെ പുതിയ രോഗികൾ. ഏറ്റവും കുറവ് രോഗികൾ പത്തനംതിട്ടയിൽ 459 പേർക്ക് രോഗബാധ. വയനാട്ടിൽ 590. ഇടുക്കിയിൽ 637. കൊല്ലത്ത് 848. കാസർഗോഡ് 861. സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ കോവിഡ് വാക്സിൻ പൂർണ്ണമായും സൗജന്യമായി ഉറപ്പാക്കുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ വിതരണ നയത്തിൽ മാറ്റം വരുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. പൊതുവിപണിയിലേക്ക് പ്രത്യേക കോട്ട അനുവദിക്കുകയും അതിന് താങ്ങാവുന്ന വില നിശ്ചയിക്കുകയുമാണ് വേണ്ടതെന്ന് മുഖ്യമന്ത്രി. ആരോഗ്യ പരിപാലനം സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ ബാധ്യതയെന്ന് മുഖ്യമന്ത്രി. ഇന്നത്തെ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് സൗജന്യമായി വാക്സിൻ നൽകണം. വാക്സിന്റെ കാര്യത്തിൽ പൊതുവിപണിയിലെ ബിസിനസ്സുകാരോട് മത്സരിക്കാൻ സംസ്ഥാനങ്ങളെ തള്ളിവിടരുതെന്നും പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ പിണറായി. സംസ്ഥാനത്ത് ബാങ്കുകളുടെ പ്രവർത്തന സമയം കുറച്ചു. പ്രവർത്തനം രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെ മാത്രം. പുതുക്കിയ സമയം നാളെ മുതൽ പ്രാബല്യത്തിൽ. ഈ മാസം 30 വരെ നിയന്ത്രണം. ബെവ്കോ ഔട്ട്ലെറ്റുകളുടെയും വെയർഹൌസുകളുടെയും പ്രവർത്തന സമയത്തിൽ മാറ്റം. ഔട്ട്ലെറ്റുകൾ രാവിലെ 10 മുതൽ രാത്രി 8 മണി വരെ മാത്രം. ബാറുകൾ രാത്രി 7:30 വരെ. കോവിഡിനെ നേരിടാൻ എറണാകുളം ജില്ലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ. വീടുകളിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ട്യൂഷൻ സെന്ററുകളുടെ പ്രവർത്തനങ്ങൾ നിരോധിച്ചു. ആവശ്യക്കാർക്ക് ഓൺലൈൻ ക്ലാസുകൾ സംഘടിപ്പിക്കാം. എറണാകുളത്ത് സർക്കാർ തലത്തിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ യോഗങ്ങളും പരിശീലന പരിപാടികളും ഓൺലൈൻ മാത്രമായിരിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കും.
എറണാകുളം ജില്ലയിലെ കോവിഡ് വ്യാപനം രൂക്ഷമായ പ്രദേശങ്ങളിൽ ഒരാഴ്ചത്തേക്ക് ലോക്ഡൌൺ. കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിക്കുന്ന വാർഡുകളിലും മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളായ എടത്തല, വെങ്ങോല, മഴുവന്നൂർ പഞ്ചായത്തുകളിലുമാണ് ലോക്ഡൌൺ. ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ 113 വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോൺ. നാളെ വൈകിട്ട് 6 മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരും. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ 5 പേരിൽ കൂടുതൽ കൂട്ടം കൂടാൻ അനുവദിക്കില്ല. വിവാഹങ്ങൾക്ക് പരമാവധി 20 പേരും മരണാനന്തര ചടങ്ങുകളിൽ 10 പേരും മാത്രമേ ഒരു സമയം പങ്കെടുക്കാവൂ. വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിരോധിച്ചു. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഒരു എൻട്രിയും ഒരു എക്സിറ്റും മാത്രമായിരിക്കും ഉണ്ടാവുകയെന്ന് ജില്ലാ കളക്ടർ. കണ്ണൂർ ജില്ലയിൽ 10ൽ കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ നിരോധനാജ്ഞ. 5ൽ കൂടുതൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കരുത്. എല്ലാവിധ ഗ്രൂപ്പും മത്സരങ്ങളും നിരോധിച്ചു. 27 രാത്രി വരെയാണ് നിയന്ത്രണം. കണ്ണൂരിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സ്ഥലങ്ങളിലെ ചെറു റോഡുകൾ അടച്ചു. ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 23 റോഡുകളാണ് അടച്ചത്. പോക്കറ്റ് റോഡുകളിൽ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. റംസാൻ ഇഫ്താറുകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് മലപ്പുറം കളക്ടർ. പള്ളികളിലെ നമസ്കാരങ്ങൾക്ക് കോവിഡ് മാനദണ്ഡം പാലിക്കണമെന്നും നിർദ്ദേശം. കോഴിക്കോട് ജില്ലയിൽ സർക്കാർ സ്വകാര്യ ആശുപത്രികളിലായി കോവിഡ് ചികിത്സയ്ക്കായി 4750 ബെഡുകൾ ഒഴിവുണ്ടെന്ന് കളക്ടർ. ആശുപത്രികളിൽ ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്താൻ നടപടിയെടുത്തിട്ടുണ്ടെന്നും ജില്ലാ ഭരണകൂടം. കോവിഡ് പരിശോധന ഇനി മുതൽ വീടുകളിലും. ജില്ലാ ശരാശരിയേക്കാൾ ഇരട്ടിയിലധികം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള പഞ്ചായത്തുകളിലാകും പരിശോധന. ലക്ഷ്യം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3% കുറയ്ക്കൽ. തീരുമാനം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ. സംസ്ഥാനത്ത് ICU, വെന്റിലേറ്റർ സൗകര്യങ്ങൾ തൃപ്തികരമെന്നും വിലയിരുത്തൽ. 2.5 ലക്ഷം ഡോസ് വാക്സിൻ നാളെയെത്തും. രാഹുൽ ഗാന്ധിക്ക് കോവിഡ്. നേരിയ രോഗലക്ഷണങ്ങളുണ്ടെന്നും സമ്പർക്കത്തിലുള്ളവർ നിരീക്ഷണത്തിൽ പോകണമെന്നും രാഹുൽ. രാജ്യത്ത് ട്രെയിൻ സർവീസ് നിർത്തില്ലെന്ന് റെയിൽവേ. നിലവിലുള്ള സർവീസുകൾ തുടരുമെന്ന് റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഡൽഹി വിടേണ്ട സാഹചര്യമില്ലെന്നും റെയിൽവേ. മെയ് 2 മുതൽ നടത്താനിരുന്ന UGC നെറ്റ് പരീക്ഷ മാറ്റിവെച്ചു. തൃശൂർ പൂരപ്രദർശനം നിർത്തിവെച്ചു. തീരുമാനം പൂരനഗരിയിൽ 18 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ. പൂരം വെടിക്കെട്ട് പരിശോധന നാളെ നടക്കും. പൂരനാളിൽ സ്വരാജ് റൌണ്ടിലേക്കുള്ള 19 റോഡുകളും അടയ്ക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. തൃശൂർ പൂരം ആഘോഷം ഒഴിവാക്കി നടത്താൻ ഘടകക്ഷേത്രങ്ങളുടെ യോഗത്തിൽ തീരുമാനം. ഘടകക്ഷേത്രങ്ങളും തിരുവമ്പാടി ദേവസ്വവും ഒരാനപ്പുറത്ത് എഴുന്നള്ളിപ്പ് നടത്താൻ സമ്മതം അറിയിച്ചതായി കളക്ടർ. ആഘോഷമായി നടത്തുമെന്ന് ആവർത്തിച്ച് പാറമേക്കാവ്. 15 ആനപ്പുറത്തായിരിക്കും പാറമേക്കാവിന്റെ എഴുന്നള്ളത്ത്. പ്രദർശന നഗരിക്ക് സമീപത്തെ കടകൾ 2 ദിവസം അടച്ചിടും. ആവശ്യമെങ്കിൽ പ്രദേശം കണ്ടെയ്ൻമെന്റ് സോണാക്കും. പൂര വിളംബര നാളിലും നിയന്ത്രണമുണ്ടാകും. പൂരനാളിൽ 2000-ഓളം പോലീസുകാരെ വിന്യസിക്കും. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി തൃശൂർ പൂരം നടക്കുന്ന 23-നും പകൽപൂരം നടക്കുന്ന 24 ഉച്ചവരെയും സ്വരാജ് റൌണ്ടിലേക്കുള്ള 19 റോഡുകളും അടയ്ക്കും. ആശുപത്രികൾ മാത്രമേ പ്രവർത്തിപ്പിക്കുകയുള്ളൂ. പത്തനംതിട്ട കടമനിട്ട പടയണിക്ക് നിയന്ത്രണം. പടയണി ചടങ്ങുകൾ മാത്രമായി നടത്തും. പടയണി കളത്തിലേക്കും ക്ഷേത്ര പരിസരത്തേക്കും കാണികൾക്ക് പ്രവേശനമില്ല. ഈ മാസം 14-നാണ് 10 ദിവസത്തെ പടയണി ആരംഭിച്ചത്. സംസ്ഥാനത്ത് വാക്സിൻ ക്ഷാമം രൂക്ഷം. ഇന്ന് പ്രവർത്തിച്ചത് 30% വാക്സിൻ കേന്ദ്രങ്ങൾ മാത്രം. ഏറെ നേരം കാത്തിരുന്ന ശേഷം പ്രായമായവരടക്കം നിരവധി പേർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. കോഴിക്കോട്ടെ പല കേന്ദ്രങ്ങളിലും വാക്സിൻ ഇല്ല. ആളുകൾ വാക്സിൻ കിട്ടാതെ മടങ്ങി. നിലവിൽ സ്റ്റോക്കുള്ളത് 40,000 ഡോസ് വാക്സിൻ. വയനാട്ടിൽ വാക്സിനേഷൻ മുടങ്ങുന്ന സാഹചര്യമില്ലെന്ന് DMO ഡോക്ടർ രേണുക. നിലവിൽ 12,000 ഡോസ് വാക്സിൻ ജില്ലയിലുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും DMO. കണ്ണൂർ ജൂബിലി ഹാളിൽ നിർത്തിവെച്ച മെഗാ വാക്സിനേഷൻ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. 30,000 ഡോസ് കോവിഷീൽഡ് പുതുതായി കണ്ണൂരിലെത്തിച്ചു. ജൂബിലി ഹാളിലെ വാക്സിനേഷൻ കേന്ദ്രത്തിൽ ബോക്സിംഗ് റിംഗ് സ്ഥാപിച്ചത് വിവാദമായിരുന്നു. സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളുമായി 3 ലക്ഷം പേർക്ക് കോവിഡ് പരിശോധന നടത്തും. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇനിയും ഉയരാൻ സാധ്യത. സാഹചര്യങ്ങൾ ചർച്ച ചെയ്ത് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള ഉന്നതതല യോഗം. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ആകെയുള്ള
2665 ICU കിടക്കകളിൽ പകുതിയിലധികം രോഗികൾ, 2225 വെന്റിലേറ്ററുകളിൽ 400ഓളം രോഗികളുണ്ട്. രോഗവ്യാപനം അതിരൂക്ഷമായ എറണാകുളത്ത് 70%, കോഴിക്കോട് 65%, ICU കിടക്കകൾ നിറഞ്ഞു. ആരോഗ്യമന്ത്രി കെ ശൈലജ ക്വാറന്റീനിൽ. മകനും ഭാര്യയ്ക്കും കോവിഡ് സ്ഥിരീകരിച്ചതോടെയാണ് ആരോഗ്യമന്ത്രി ക്വാറന്റീനിൽ പോയത്. തനിക്ക് രോഗലക്ഷണമില്ലെന്നും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഓൺലൈനായി പങ്കെടുക്കുമെന്നും മന്ത്രി. കൂടുതൽ ഡോക്ടർമാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ രോഗം സ്ഥിരീകരിച്ചത് 26 ഡോക്ടർമാരടക്കം 74 ജീവനക്കാർക്ക്. 2ാം ഡോസ് വാക്സിനേഷൻ എടുത്തവർക്കും രോഗം സ്ഥിരീകരിച്ചതിൽ ആശങ്ക. കോവിഡ് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ തിയേറ്ററുകൾ അടയ്ക്കണമോ എന്നത് ഉടമകൾക്ക് തീരുമാനിക്കാമെന്ന് തിയേറ്റർ ഉടമ സംഘടനയായ ഫിയോക്. പ്രദർശനം നടത്താൻ താൽപര്യമുള്ളവർക്ക് സർക്കാർ പ്രഖ്യാപിച്ച സമയക്രമം അനുസരിച്ച് പ്രദർശനം നടത്താമെന്നും സംഘടന. അടച്ചിടേണ്ടവർക്ക് അങ്ങനെയെന്നും ഫിയോക്. തിരുവിതാംകൂർ ദേവസ്വത്തിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. അന്നദാനവും എഴുന്നള്ളിപ്പും അനുവദിക്കില്ല. ശ്രീകോവിലിന് മുന്നിൽ ഒരേ സമയം 10 പേര് മാത്രമേ അനുവദിക്കൂ. ദർശന സമയം രാവിലെ 6 മുതൽ വൈകിട്ട് 7 മണിവരെയാക്കി വെട്ടിക്കുറച്ചു. കോവിഡ് നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പത്തനംതിട്ട നഗരസഭയുടെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധനകൾ കർശനമാക്കി. നിയന്ത്രണങ്ങൾ പാലിക്കാത്ത വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കാനും തീരുമാനം. പരിശോധനകൾ തുടരുമ്പോഴും ജില്ലയിലെ വാക്സിൻ ക്ഷാമം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തടസ്സം. രാജ്യത്ത് കോവിഡ് വർധനയിൽ നേരിയ കുറവ്. ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 2,59,000 കുറഞ്ഞു. പരിശോധനയിലുണ്ടായ കുറവാണ് രോഗികളുടെ എണ്ണത്തിലും കുറവുണ്ടാകാൻ കാരണമെന്നാണ് സൂചന. 24 മണിക്കൂറിനിടെ 1761 പേർ മരിച്ചു. രാജ്യത്ത് കോവിഡ് മരണനിരക്ക് കുറയുന്നുവെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി. ആശുപത്രികളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. ജനങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ലെന്നും ആരോഗ്യമന്ത്രി. രാജ്യത്തെ കോവിഡ് പ്രതിസന്ധി ഈ വർഷം അവസാനം വരെ തുടരുമെന്ന് ഡൽഹി എയിംസ് ഡയറക്ടർ രൺദീപ് ഗുലേറിയ. ലോകത്ത് നിന്ന് കോവിഡ് ഭീതി അകലാൻ അടുത്ത വർഷം പകുതിയാകും. കോവിഡ് വൈറസ് ഉടനൊന്നും ഇല്ലാതാകില്ല എന്നും പല വിധത്തിലുള്ള വകഭേദത്തിൽ ഏറെക്കാലം തുടരുമെന്നും രൺദീപ് ഗുലേറിയ. പ്രതിരോധ കുത്തിവയ്പും സൂക്ഷ്മതയുള്ള ജീവിത രീതിയുമാണ് വൈറസിനെ പ്രതിരോധിക്കാനുള്ള ഏക മാർഗമെന്നും എയിംസ് ഡയറക്ടർ. മാസ്കും സാനിറ്റൈസറും ഉപയോഗിച്ചുള്ള ജീവിത രീതി അടുത്തൊന്നും അവസാനിക്കില്ലെന്നും രൺദീപ് ഗുലേറിയ. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ തകിടം മറിച്ച് 2ാം കോവിഡ് വ്യാപനം. നഗരപ്രദേശങ്ങളിലെ തൊഴിലില്ലായ്മ വീണ്ടും ഉയർന്നെന്ന് വിലയിരുത്തൽ. സ്ഥാപനങ്ങൾ അടച്ചിട്ടതും പലായനം തുടരുന്നതും കാരണങ്ങൾ. ഡൽഹിയിൽ ലോക്ഡൌൺ നിലവിൽ വന്നു. അടുത്ത തിങ്കളാഴ്ച വൈകിട്ട് 6 മണിവരെയാണ് ലോക്ഡൌൺ. രോഗവ്യാപനം രൂക്ഷമായതോടെ ഡൽഹിയിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കൂട്ടപ്പലായനം. ഝാർഖണ്ഡിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ വ്യാഴാഴ്ച മുതൽ ഒരാഴ്ചത്തേക്ക്. തെലങ്കാനയിലും ജമ്മുകാശ്മീരിലും രാത്രികാല കർഫ്യൂ. വഡോദരയിലെ ജഹാംഗീർപൂരിൽ മുസ്ലിം പള്ളി കോവിഡ് കേന്ദ്രമാക്കി. പ്രദേശത്തെ ആശുപത്രി കിടക്കകളുടെ അഭാവം നികത്താനാണ് ഇത്. റമദാൻ മാസത്തിൽ ഇതിലും വലിയ പുണ്യം വേറെ എന്തെന്ന് ഭാരവാഹികൾ. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ മരുമകന് വാക്സിൻ നൽകിയതിൽ വിവാദം. ചട്ടങ്ങൾ മറികടന്ന് വാക്സിൻ നൽകിയെന്ന ആരോപണവുമായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ്. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കേ വാക്സിൻ നൽകുന്നുള്ളൂ എന്നിരിക്കെ മരുമകന് വാക്സിൻ കിട്ടിയതെങ്ങനെയെന്നും വാക്സിൻ ക്ഷാമം നേരിടുമ്പോൾ ബിജെപിക്കാർ പൂഴ്ത്തിവച്ചിരിക്കുകയാണോ എന്നും പ്രതിപക്ഷത്തിന്റെ ചോദ്യം. അതിതീവ്ര കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കൂടുതൽ രാജ്യങ്ങൾ. ഇന്ത്യയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് പൌരന്മാർക്ക് അമേരിക്കയുടെ നിർദ്ദേശം. അത്യാവശ്യമുള്ളവർ വാക്സിൻ സ്വീകരിച്ച ശേഷം മാത്രമേ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാവൂ എന്നും US. ഇന്ത്യയിലെ വൈറസിന്റെ പുതിയ വകഭേദം ഗൌരവത്തോടെ കാണണമെന്ന് ബ്രിട്ടൻ. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ബ്രിട്ടീഷ് പൌരത്വമുള്ളവർക്ക് മാത്രമാണ് ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുക. മുൻമന്ത്രി KT ജലീലിന് ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി. ബന്ധുനിയമനവുമായി ബന്ധപ്പെട്ട കേസിൽ ലോകായുക്ത നടപടികളിൽ തെറ്റില്ലെന്ന് ഹൈക്കോടതി. ലോകായുക്ത ഉത്തരവ് ശരിവെച്ചു. ജലീലിന്റെ ഹർജി തള്ളി. ഔദ്യോഗിക പദവി സ്വാർത്ഥലാഭത്തിന് ഉപയോഗിക്കുന്നത് വ്യാപകമെന്ന് ഹൈക്കോടതി. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യുന്നത് അഴിമതിയാണ്.
പരാമർശം ഹർജി തള്ളിയ ഉത്തരവിൽ. ജലീലിന് വിശദീകരണത്തിന് അവസരം നൽകിയെന്നും ഹൈക്കോടതി. സ്വന്തം നിലയിൽ യോഗ്യതയിൽ മാറ്റം വരുത്തി. MDയുടെ യോഗ്യത തീരുമാനിച്ചത് ജലീലെന്ന് ഹൈക്കോടതി. ബന്ധു നിയമനത്തെ ന്യായീകരിച്ച് KT ജലീൽ. നയാ പൈസ പോലും പൊതുഖജനാവിന് നഷ്ടപ്പെടുത്താത്ത നിരുപദ്രവകരമായ ഒരു പ്രശ്നമാണ്. വേണ്ട മുൻകരുതൽ എടുക്കാത്തതിൽ അണുമണിത്തൂക്കം ഖേദം തോന്നുന്നില്ല എന്ന് ജലീൽ. മനുഷ്യന്റെ അകമറിയാൻ ശേഷിയുള്ള ജഗദീശ്വരനായ പരമേശ്വരൻ എല്ലാം നോക്കിക്കാണുന്നുണ്ടെന്ന് ജലീൽ. വിധിപ്പകർപ്പ് കിട്ടിയ ശേഷം ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ച് തുടർ നടപടികൾ കൈക്കൊള്ളും. ജലീലിന്റെ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിൽ. ഹൈക്കോടതി വിധി KT ജലീലിനെ സംരക്ഷിച്ച മുഖ്യമന്ത്രിയുടെയും CPMന്റെയും മുഖത്തേറ്റ പ്രഹരമെന്ന് പ്രതിപക്ഷ നേതാവ്. നാണം കെട്ടാണ് ജലീൽ മന്ത്രിസ്ഥാനം രാജിവെച്ചതെന്ന് പ്രതിപക്ഷം പറഞ്ഞത് ശരിയെന്ന് തെളിഞ്ഞു. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി കിട്ടില്ലെന്ന് ഉറപ്പായതോടെയാണ് ജലീൽ നേരത്തെ രാജിവെച്ചതെന്നും ചെന്നിത്തല. ജലീലിന്റെ കൂട്ടുപ്രതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും പ്രതിപക്ഷ നേതാവ്. ധാർമ്മികത അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും സ്ഥാനത്ത് തുടരരുത് എന്ന് ചെന്നിത്തല. ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്ത് KT ജലീലിനെതിരെ പരാതി നൽകിയ VKM ഷാഫി. ജലീലിന്റെ അധികാര ദുർവിനിയോഗം കോടതി കൈയോടെ പിടികൂടിയിരിക്കുകയാണ്. കോടതിയെപ്പോലും വെല്ലുവിളിച്ച ജലീലിന് ഏറ്റ കനത്ത തിരിച്ചടിയാണ് വിധിയെന്നും ഷാഫി. പുറംവാതിൽ നിയമനത്തിന്റെ കേന്ദ്ര ബിന്ദു മുഖ്യമന്ത്രിയെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. താൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് മുഖ്യമന്ത്രി ധരിക്കുന്നു. UDF അധികാരത്തിലെത്തിയാൽ ബന്ധു നിയമനങ്ങളിൽ അന്വേഷണം നടത്തുമെന്നും മുല്ലപ്പള്ളി. ഹൈക്കോടതി വിധി ജലീലിനും മുഖ്യമന്ത്രിക്കുമുള്ള തിരിച്ചടിയെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. KT ജലീലിനെ സംരക്ഷിച്ചതെന്തിനെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. തെറ്റ് ചെയ്തെന്ന് തെളിഞ്ഞാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് നിയമസഭയിൽ പറഞ്ഞ ജലീൽ ഉറപ്പ് പാലിക്കുമോ എന്നും ചോദ്യം. ജലീൽ നേരത്തെ തന്നെ മന്ത്രിസ്ഥാനം രാജിവെച്ചതാണെന്നും ആ വിഷയത്തിന് ഇപ്പോൾ പ്രസക്തിയില്ല എന്നും CPM സംസ്ഥാന സെക്രട്ടറി AV ജയരാഘവൻ. നിയമപരമായ നടപടി സ്വീകരിക്കാൻ ആർക്കും അവകാശമുണ്ടെന്ന് മറുപടി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പഞ്ചായത്തിൽ BJPക്ക് ഭരണം. ആലപ്പുഴ ചെന്നിത്തല തൃപ്പരുന്തുറ പഞ്ചായത്തിൽ BJPയിലെ ബിന്ദു പ്രദീപിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. പരാജയപ്പെടുത്തിയത് CPMലെ വിജയമ്മ ഫിലേന്ദ്രനെ. SDPIയുടെ പിന്തുണയോടെ പഞ്ചായത്ത് ഭരണം പിടിച്ച് LDF. പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്ത് ഭരണമാണ് LDF നേടിയത്. LDFനും NDAയ്ക്കും 5 സീറ്റ് വീതമുള്ള പഞ്ചായത്തിൽ UDFന് 2 സീറ്റുകളാണുള്ളത്. NDAയും മത്സരിച്ച പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് UDF വിട്ടുനിന്നു. കോട്ടാങ്ങൽ പഞ്ചായത്തിൽ SDPI പിന്തുണ വേണ്ടെന്ന് CPM ജില്ലാ നേതൃത്വം. SDPI പിന്തുണയോടെ അധ്യക്ഷ പദവി ഏറ്റെടുക്കില്ലെന്ന തീരുമാനം. ബിനു ജോസഫിനോട് പ്രസിഡന്റ് പദവി രാജിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും നേതൃത്വം. മന്ത്രി G സുധാകരനെതിരെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന്റെ ഭാര്യ നൽകിയ പരാതിയെ തുടർന്നുള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനാവാതെ ആലപ്പുഴയിലെ CPM. പ്രശ്നം പരിഹരിക്കാൻ വിളിച്ചു ചേർത്ത പുറക്കാട് ലോക്കൽ കമ്മിറ്റി തീരുമാനമാകാതെ പിരിഞ്ഞു. ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും പങ്കെടുത്ത യോഗത്തിൽ നിലപാടിൽ ഉറച്ച് ഇരുപക്ഷവും. ആലപ്പുഴ CPMലെ പോസ്റ്റർ വിവാദം തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്തെന്ന് അമ്പലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥി. മന്ത്രി G സുധാകരന്റെ പോസ്റ്റർ നശിപ്പിച്ചത് തെരഞ്ഞെടുപ്പിന് ദോഷം ചെയ്തെന്ന് എച്ച് സലാം ന്യൂസ് 18നോട്. AM ആരിഫിന്റെ ചിത്രം ഉൾപ്പെടുത്തിയ പുതിയ പോസ്റ്ററുകൾ ഇറക്കുന്നത് പാർട്ടി കമ്മിറ്റികളിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. ഇക്കാര്യത്തിൽ കൂടിയാലോചന ഉണ്ടായില്ലെന്ന ജില്ലാ സെക്രട്ടറിയുടെ വിമർശനം ശരിയാണെന്നും സലാം. കോട്ടയം വെച്ചൂരിൽ ഏക്കർ കണക്കിന് പാടത്തെ നെല്ല് സംഭരണം പ്രതിസന്ധിയിൽ. 1 കിൻഡൽ നെല്ലിന് 6 കിലോ കിഴിവ് വേണമെന്ന മില്ലുടമകളുടെ പിടിവാശിയാണ് പ്രതിസന്ധിക്ക് കാരണം. കൊയ്ത്ത് 10 മുതൽ 15 ദിവസം വരെ ആയ നെല്ലാണ് ഇവയെല്ലാം. സപ്ലൈകോയും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് കർഷകർ. പാനൂരിൽ ലീഗ് പ്രവർത്തകൻ മൻസൂറിന്റെ കൊലപാതകത്തിൽ പ്രതികൾ ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെടുത്തി. 2 ഇരുമ്പ് വടികൾ, 1 സ്റ്റീൽ പൈപ്പ്, 1 മരവടി എന്നിവയാണ് കണ്ടെടുത്തത്. പ്രതികളുമായി സ്ഥലത്തെത്തി തെളിവ് എടുക്കവെയാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. കൊല്ലം അഞ്ചൽ ഏരൂരിൽ 3 വർഷം മുൻപ് കാണാതായ ആളെ കൊന്നു കുഴിച്ചുമൂടിയതെന്ന് കണ്ടെത്തി. ഏരൂർ സ്വദേശി ഷാജിയുടെ മരണമാണ് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചത്. ഷാജിയുടെ അമ്മയും സഹോദരനും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് വെളിപ്പെടുത്തൽ. യുവാവിനെ അമ്മയും സഹോദരനും ചേർന്ന് തലക്കടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് വെളിപ്പെടുത്തിയത് ബന്ധു. കൊലപാതകം നടന്നത് 2018-ൽ. ഷാജി മലപ്പുറത്ത് ജോലിക്ക് പോയെന്ന് പറഞ്ഞ്
പ്രചരിപ്പിച്ചു എന്ന് വെളിപ്പെടുത്തൽ. ഭർത്താവിനെ കൊന്ന് വീട്ടുമുറ്റത്തെ മരത്തിന് ചുവട്ടിൽ കുഴിച്ചു മൂടിയ ഭാര്യ 3 വർഷത്തിന് ശേഷം പിടിയിൽ. തെങ്കാശി ജില്ലയിലാണ് സംഭവം. രണ്ടാം ഭർത്താവ് കാളിരാജിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കേസിൽ ഭാര്യ അഭിരാമിയാണ് അറസ്റ്റിലായത്. കാമുകന്റെ ഒപ്പം താമസിക്കുന്നതിന് തടസ്സമായതാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ്. കൊല്ലം പുനലൂരിൽ മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിൽ യുവാവ് വെട്ടേറ്റ് മരിച്ചു. സനൽ എന്ന് വിളിക്കുന്ന ചാക്കോയാണ് മരിച്ചത്. പാലാട്ടുകോണം സ്വദേശി സുരേഷാണ് കൊലപ്പെടുത്തിയത്. മലപ്പുറം വളാഞ്ചേരിയിൽ പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ വഴിത്തിരിവ്. കാണാതായ 21-കാരിയുടെ മൃതദേഹം കണ്ടെത്തി. ചോറ്റൂർ സ്വദേശി സുബീറ ഫർഹത്തിനെ കാണാതായത് മാർച്ച് 10-ന്. വീടിന് പരിസരത്ത് നിന്നും അഴുകിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കുഴിച്ചിട്ട നിലയിലാണ് മൃതദേഹം. പ്രതിയെന്ന് കരുതുന്ന അയൽവാസി പോലീസ് കസ്റ്റഡിയിൽ. സ്വർണം തട്ടിയെടുക്കുന്നതിനായിരുന്നു കൊലപാതകമെന്ന് സൂചന. ചെങ്കൽ ക്വാറിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തിനടുത്താണ് മൃതദേഹം മണ്ണിട്ട് മൂടിയത്. കനത്ത മഴയിൽ മണ്ണ് അല്പം നീങ്ങിയതോടെയാണ് ഇയാൾ ഈ പ്രദേശത്ത് മണ്ണിടാൻ തീരുമാനിച്ചു. മണ്ണ് മൂടാനെത്തിയ JCB ഡ്രൈവർ അഴുകിയ ഗന്ധം അനുഭവപ്പെട്ടത് പോലീസിനെ അറിയിക്കുകയായിരുന്നു. കണ്ണൂർ എരിപുറത്ത് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി കടയിലേക്ക് ഇടിച്ചു കയറി ഡ്രൈവർ മരിച്ചു. തമിഴ്നാട് തിരുപ്പൂർ സ്വദേശി മുത്തു ആണ് മരിച്ചത്. മംഗലാപുരത്ത് നിന്നും ട്രിച്ചിയിലേക്ക് കൽക്കരി കയറ്റിപ്പോയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പുലർച്ചെ 2 മണിയോടെയാണ് അപകടം. കൊച്ചി തുറമുഖത്ത് സ്വർണ്ണവേട്ട. 14.7 കിലോഗ്രാം സ്വർണം DRI പിടികൂടി. സ്വർണം കണ്ടെത്തിയത് ദുബായിൽ നിന്ന് കപ്പലിൽ അയച്ച പാഴ്സലിൽ. കൊല്ലം അഴീക്കലിൽ മത്സ്യബന്ധനം കഴിഞ്ഞ് TS കനാലിൽ നിർത്തിയിട്ടിരുന്ന ബോട്ട് കത്തിനശിച്ചു. ഷായിക്കാട് സ്വദേശി ജലരാജൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള അമ്മേദേവി എന്ന ബോട്ടാണ് കത്തിനശിച്ചത്. കരുനാഗപ്പള്ളിയിൽ എന്നും ഫയർഫോഴ്സ് എത്തിയെങ്കിലും ബോട്ട് പൂർണ്ണമായും കത്തി. കൊടുവള്ളിയിൽ നിന്ന് മോഷ്ടിച്ച് കടത്തിയ ബുള്ളറ്റ് മലപ്പുറം കൊണ്ടോട്ടിയിൽ പാറക്കുളത്തിൽ നിന്ന് കണ്ടെടുത്തു. സന്നദ്ധ സേനയുടെ സഹായത്തോടെയാണ് ക്വാറിയിലെ വെള്ളക്കെട്ടിൽ നിന്ന് ബുള്ളറ്റ് കണ്ടെടുത്തത്. സംഭവത്തിൽ മലപ്പുറം സ്വദേശികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അസമിലെ ദരിദ്ര ഗ്രാമങ്ങളെ ദത്തെടുക്കാൻ 100 കോടിയുടെ പദ്ധതിയുമായി കേരളത്തിലെ സന്നദ്ധ സംഘടന. ഫോക്കസ് ഇന്ത്യ എന്ന സംഘടന നിർമ്മാൺ 2030 എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പൊതുജനങ്ങളിൽ നിന്നും ക്രൗഡ് ഫണ്ടിംഗ് വഴിയാണ് പദ്ധതിക്കായുള്ള പണം കണ്ടെത്തുന്നത്. ഇന്തോനേഷ്യയിൽ ഭൂചലനം. രാജ്യത്തിന്റെ കിഴക്കൻ പ്രദേശമായ നിയാസിലാണ് ഭൂചലനം. കാര്യമായ നാശനഷ്ടങ്ങളോ ആളപായമോ ഇല്ലെന്ന് റിപ്പോർട്ട്. UAEയിൽ കായിക മേഖലയുടെ വളർച്ചയ്ക്ക് പുതിയ പ്രഖ്യാപനം. സ്പോർട്സ് കോർഡിനേഷൻ കൗൺസിൽ രൂപീകരിക്കും. രാജ്യത്തെ കായിക സംഘടനകളെ ഏകോപിപ്പിക്കുന്നതിലൂടെ മികച്ച സാഹചര്യമൊരുക്കുകയാണ് ലക്ഷ്യം. IPL സീസണിൽ ശിഖർ ധവാനും AB ഡിവിലിയേഴ്സുമാണ് ഇതുവരെ കണ്ട മികച്ച താരങ്ങളെന്ന് VVS ലക്ഷ്മൺ. കളി മികവിനൊപ്പം ആത്മാർത്ഥതയുമുണ്ട് എന്നതാണ് ഇരു താരങ്ങളുടെയും പ്രത്യേകത. 2020-ൽ ധവാന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഇപ്പോഴത്തേതെന്ന് ലക്ഷ്മൺ. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാവുകയാണ്. രാജ്യത്ത് കോവിഡ് 2ാം തരംഗം അതിരൂക്ഷമായി തുടരുന്നു. സംസ്ഥാനത്തും കോവിഡ് കണക്കുകൾ ഉയരുന്നു. അതുകൊണ്ട് തന്നെ ജാഗ്രത കൈവിടരുത്. മുൻകരുതലുകൾ ഉറപ്പാക്കുക. വാക്സിൻ എടുക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com സന്ദർശിക്കുക.